നമസ്കാരം, എല്ലാവർക്കും V2PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നേത്രവൈകല്യ രോഗങ്ങളെക്കുറിച്ചാണ്. PSCയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗമാണ് നേത്രവൈകല്യ രോഗങ്ങൾ എന്നത്. അതായത് നിശാന്തതയെ പറ്റിയും വർണ്ണാന്തത, ഗ്ലോക്കോമ ഇങ്ങനെ തുടങ്ങി ഈ നേത്രവൈകല്യ രോഗങ്ങളെക്കുറിച്ച് PSCയിൽ ഇടയ്ക്കിടയ്ക്ക് ചോദ്യങ്ങളെല്ലാം ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്കിന്ന് ഈ നേത്രവൈകല്യ രോഗങ്ങളെക്കുറിച്ച് പഠിക്കാം. ആദ്യം നമുക്ക് നിശാന്തത എന്താണെന്ന് നോക്കാം. വൈറ്റമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് നിശാന്തത എന്നത്. അത് നമ്മൾ വൈറ്റമിൻസിൻ്റെ ക്ലാസ്സിലെല്ലാം ഇതെപ്പോഴും പറയുന്നതാണ്. വൈറ്റമിൻ എയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് ഈ നിശാന്തത. മങ്ങിയ വെളിച്ചത്തിൽ വസ്തുക്കളെ കാണാൻ കഴിയാതെ വരുന്നതിനെയാണ് നിശാന്തത എന്ന് പറയുന്നത്. സാധാരണ കുറഞ്ഞ പ്രകാശത്തിൽ അല്ലെങ്കിൽ രാത്രിയിൽ അനുഭവപ്പെടുന്ന കാഴ്ചക്കുറവിനെയാണ് ഈ നിശാന്തത എന്ന് പറയുന്നത്. ഇതിനെ നിക്ടലോപ്പിയ എന്ന് കൂടി പറയപ്പെടുന്നുണ്ട്. അപ്പോൾ വൈറ്റമിൻ എയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് നിശാന്തത, അതായത് മങ്ങിയ വെളിച്ചത്തിൽ വസ്തുക്കളെ കാണാൻ കഴിയാത്ത അവസ്ഥ. ഞാനിവിടെ 2 ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. ഇതിലൂടെ നമുക്ക് നിശാന്തത മനസ്സിലാക്കാൻ പറ്റും, അതായത് നോർമൽ വിഷനും നൈറ്റ് ബ്ലൈൻഡ്നെസ്സും. അടുത്ത കണ്ണിന് വരുന്നൊരു രോഗമാണ് തിമിരം. കണ്ണിലെ ലെൻസ് അതാര്യമാകുന്നത് മൂലം കാഴ്ച നഷ്ടപ്പെടുന്നതിനെയാണ് തിമിരം എന്ന് പറയുന്നത്. അതിൻ്റെ ഫോട്ടോസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് കണ്ണിലെ ലെൻസ് അതാര്യമാകുന്നത് മൂലമാണ് കാഴ്ച നഷ്ടമാകുന്നതെങ്കിൽ അത് തിമിരം എന്ന അസുഖമാണ്. കണ്ണിന് വരുന്ന മറ്റൊരു രോഗമാണ് വർണ്ണാന്തത. അതായത് കോൺ കോശങ്ങളുടെ തകരാറ് മൂലം ചിലർക്ക് ചുവപ്പ്, പച്ച നിറങ്ങൾ വേർതിരിച്ച് കാണാൻ കഴിയില്ല. ഈ അവസ്ഥയാണ് വർണ്ണാന്തത എന്ന് പറയുന്നത്. അപ്പോൾ വർണ്ണാന്തതയുള്ളവർക്ക് തിരിച്ചറിയാൻ കഴിയാത്ത നിറങ്ങളാണ് ചുവപ്പ്, പച്ച. അപ്പോൾ നമ്മൾ പറഞ്ഞു കോൺ കോശങ്ങളുടെ തകരാറ് മൂലമാണ് വർണ്ണാന്തത ഉണ്ടാകുന്നതെന്ന്. അപ്പോൾ ഈ കോൺ കോശം എന്താണെന്ന് നോക്കാം നമുക്ക്. കോൺ കോശത്തിൽ ഫോട്ടോപ്സിൻ എന്ന കാഴ്ചവർണ്ണകം അടങ്ങിയിരിക്കുന്നു. ഇതിനെ അയഡോപ്സിൻ എന്ന് കൂടി വിളിക്കാറുണ്ട്. ഓപ്സിൻ, റെറ്റിനൽ എന്ന പദാർത്ഥം ചേർന്നാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. പ്രകാശത്തിലെ പച്ച, ചുവപ്പ്, നീല എന്നീ വർണ്ണകങ്ങളെ തിരിച്ചറിയാൻ ഈ കോൺ കോശങ്ങൾ സഹായിക്കുന്നുണ്ട്. 3 കോൺ കോശങ്ങളാണ് നമ്മുടെ എല്ലാം കണ്ണിലുള്ളത്. ഓപ്സിൻ തന്മാത്രയിലെ അമിനോ ആസിഡുകൾ വ്യത്യസ്തമായതാണ് ഈ വൈവിധ്യത്തിന് കാരണമെന്ന് പറയുന്നത്. കോൺ കോശങ്ങളുടെ പ്രവർത്തനമാണ് നമ്മുടെ വർണ്ണക്കാഴ്ച സാധ്യമാക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പല നിറത്തിലുള്ള കാഴ്ചകൾ കാണാൻ പറ്റുന്നത് നമ്മളെ കണ്ണിൽ കോൺ കോശങ്ങൾ ഉണ്ടായതുകൊണ്ടാണ്. ഈ കോൺ കോശങ്ങൾക്ക് തകരാറ് സംഭവിക്കുമ്പോഴാണ് പച്ച, ചുവപ്പ് നിറങ്ങൾ ആൾക്കാർക്ക് കാണാൻ പറ്റാത്തത്. ഇതിനെയാണ് വർണ്ണാന്തത എന്ന് പറയുന്നത്. വർണ്ണാന്തത നിർണ്ണയിക്കുന്ന ഒരു ടെസ്റ്റാണ് ഇഷിഹാര ടെസ്റ്റ്. ഇത് PSC ചോദിക്കാറുണ്ട്. ഈ വർണ്ണാന്തത നിർണ്ണയിക്കാൻ സഹായിക്കുന്ന പരിശോധന, അത് ഇഷിഹാര ടെസ്റ്റ്. ഇനി വർണ്ണാന്തത കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. അതുകൊണ്ട് വർണ്ണാന്തതയെ ഡാൾട്ടണിസം എന്ന പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ വർണ്ണാന്തത കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ. ഞാനിവിടെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒരു വട്ടത്തിനുള്ളിൽ ഒരു സംഖ്യ എഴുതിയിട്ടുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. ഇതെന്ന് വെച്ചാൽ ഇത് കളർ ബ്ലൈൻഡ് ടെസ്റ്റാണ്. നമ്മൾ ഐ ഹോസ്പിറ്റലിലും പോയാൽ ഇത് അവിടെ കാണാൻ പറ്റും. ഈ ബുക്ക് ഇതിനുള്ളിൽ റൗണ്ടിൽ ഈ കളറിലുള്ള സംഖ്യ എഴുതിയിരിക്കും. അപ്പോൾ നമുക്ക് എത്രമാത്രം അത് വായിക്കാൻ പറ്റുന്നുള്ള അടിസ്ഥാനത്തിലാണ് നമ്മൾ കാഴ്ച പരിശോധിക്കുന്നത്. അടുത്ത രോഗമാണ് സിറോഫ്താൽമിയ. വൈറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവമുണ്ടായാൽ നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അതാര്യമായി തീരുന്നു. ആ അവസ്ഥയാണ് സിറോഫ്താൽമിയ എന്ന് പറയുന്നത്. അടുത്ത രോഗമാണ് ഗ്ലോക്കോമ. അക്വസ് ദ്രവത്തിൻ്റെ പുനരാകിരണം നടക്കാതെ വരുമ്പോൾ കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്നു. ഇത് റെറ്റിനയ്ക്കും പ്രകാശഗ്രാഹികൾക്കും നാശമുണ്ടാക്കുന്നു. അങ്ങനെ അന്ധകാരത്തിലേക്ക് തന്നെ പോകുന്നു. നമുക്ക് ഈ അവസ്ഥ പരിഹരിക്കാൻ പറ്റുന്നത് ലേസർ ശസ്ത്രക്രിയയിലൂടെ മാത്രമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു അക്വസ് ദ്രവത്തിൻ്റെ പുനരാകിരണം നടക്കാതെ വരുമ്പോഴാണ് ഈ കണ്ണിൽ മർദ്ദം കൂടുന്നതെന്ന്. അപ്പോൾ നമുക്ക് ഈ അക്വസ് ദ്രവം എന്താണെന്ന് അറിയണ്ടേ? കണ്ണിനുള്ളിലെ 2 ദ്രവങ്ങളാണ് അക്വസ് ദ്രവവും വിട്രിയസ് ദ്രവവും. ഇനി അക്വസ് ദ്രവം എന്താണെന്ന് നോക്കാം. കോർണിയയ്ക്കും ലെൻസിനും ഇടയിലെ അക്വസറയിൽ നിറഞ്ഞിരിക്കുന്ന ജലം പോലുള്ളൊരു ദ്രവമാണ് അക്വസ് ദ്രവം. ഇത് രക്തത്തിൽ നിന്നും രൂപം കൊണ്ട് രക്തത്തിലേക്ക് തന്നെ പുനരാകിരണം ചെയ്യുന്നു. കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും നൽകുന്നത് ഈ അക്വസ് ദ്രവമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ രോഗം ഗ്ലോക്കോമ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഈ പുനരാകിരണം നടക്കാതെ വരുമ്പോഴാണ് ഗ്ലോക്കോമ എന്ന രോഗം ഉണ്ടാകുന്നത്. അടുത്ത നേത്രരോഗമാണ് ചെങ്കണ്ണ്. കൺജങ്ക്റ്റീവയെ ബാധിക്കുന്ന അണുബാധ കാരണമാണ് ചെങ്കണ്ണ് എന്ന രോഗം ഉണ്ടാകുന്നത്. വൈറസ്, ബാക്ടീരിയ തുടങ്ങിയവയാണ് ഈ ചെങ്കണ്ണ് എന്ന രോഗത്തിൻ്റെ രോഗകാരികൾ.
സ്പർശനത്തിലൂടെയാണ് ഈ രോഗം പ്രധാനമായും പകരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട നേത്രരോഗങ്ങൾ. ഇതിൽ നിശാന്തതയും വർണ്ണാന്തതയും ഗ്ലോക്കോമയെല്ലാം ഇടയ്ക്കിടയ്ക്ക് PSC ചോദിക്കാറുണ്ട്. അപ്പോൾ അതെന്താണ്, അതിൻ്റെ കാരണം എന്താണ്, രോഗാവസ്ഥ എന്താണെന്നെല്ലാം ഒന്ന് പഠിച്ചു വെക്കുക.